ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫാമിലി ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഒന്ന് ബാണാസുരയും കാരാപ്പുഴയൊക്കെ പോയിട്ട് വരാന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബാണാസുരയാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നടന്നു പോകാൻ വയ്യ, കുറച്ച് വെയിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയിൽ പോകാന്ന് വിചാരിച്ചു. ഒരു ട്രാവലർ അതിന് എക്സ്ട്രാ വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ഇതാ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും നല്ലൊരു ക്ലൈമറ്റ് ആയി. ബാണാസുരം എത്തി കിട്ടിയാലുള്ള ഈ ഒരു വ്യൂ വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഞങ്ങൾ നേരെ ലക്ഷ്യം വെച്ച് പോകുന്നത് ബോട്ടിങ്ങിനായിട്ടാണ് കേട്ടോ. ഇവിടെ സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. 5 പേർക്ക് 1200 രൂപയാണ് കേട്ടോ സ്പീഡ് ബോട്ടിന് വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്താലേ സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ. 2 സ്ഥലത്തേക്കായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ട് ക്യാൻസൽ ചെയ്തു. ഞങ്ങളൊരു നോർമൽ ബോട്ട് എടുക്കുകയും ചെയ്തേ. ബോട്ടിലാ പോണ്ടേ? ഒരു കുഞ്ഞ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട ഒരാള് ബോട്ടിൽ കയറാൻ റെഡിയായി നിൽക്കാണ് കേട്ടോ. ഇത്ത ചെറിയൊരു പേടി കാരണം കേറുന്നില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ കയറിയതാണ്. പക്ഷെ ഞങ്ങൾ പറ്റിച്ചതായിരുന്നു കേട്ടോ. ½ ആണ് കേട്ടോ നമുക്ക് ഇതിൽ കിട്ടുന്ന ടൈം. ഞങ്ങൾ അങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. മെയിൻ ആയിട്ട് തുഴഞ്ഞത് ഞാനും തക്കടുമാണ് കേട്ടോ. ആ ഒരു പരിപാടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ജസ്റ്റ് അവിടെ കറങ്ങിയായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ എന്റർടൈൻമെന്റ് ആണല്ലോ ഈ ഊഞ്ഞാലുകൾ. ഒരുപാട് ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങളും പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ഇരുന്നു. ഒരാൾക്ക് ഊഞ്ഞാൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ മെയിൻ ഐറ്റം ആണ് ഊഞ്ഞാൽ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ഏകദേശം ഫാത്തിമ ഹോസ്പിറ്റലിനടുത്തായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഹോട്ടലായിരുന്നെങ്കിലും അവിടെ ഭയങ്കര വൃത്തിയും നല്ല സർവീസും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ കാരാപ്പുഴയിലേക്ക് പോയി. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ കാരാപ്പുഴയിൽ. നേരെ അവിടുത്തെ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. കുറച്ചു നേരം ഇനി അവരൊന്ന് കളിക്കട്ടെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആരുടെ ഹെൽപ്പൊന്നും അവൾക്ക് ആവശ്യമില്ല, സ്വന്തമായിട്ട് കയറി പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി ഞങ്ങളൊന്ന് ജിപ്പ് ലൈനിൽ കയറാൻ പോവാണ് കേട്ടോ. അവരുടെ ജീപ്പിലാണ് കേട്ടോ നമ്മൾ ജിപ്പ് ലൈനിലേക്ക് കയറാൻ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് ഇത്. കേരളത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ജിപ്പ് ലൈനിലേക്കാണ് കേട്ടോ നമ്മളിപ്പോ കയറാൻ പോകുന്നത്. അതും ഡാമിന്റെ മുകളിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ ഷെക്കൽക്കാരനെ പറഞ്ഞു വിട്ട് ഞാൻ അതിന്റെ ബാക്കിലായിരുന്നു പോയത്. എന്താണേലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്രയും ഹൈറ്റ് ആ വ്യൂ ഒക്കെ കണ്ട് ഡാമൊക്കെ കണ്ടു പോകുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പാർക്കിലേക്ക് തന്നെ പോയി. അവിടെ മക്കൾ കളിക്കൊക്കെ ആയിരുന്നു. ഇവിടെ ഫുൾ സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ടൂർ വന്നതാ തോന്നുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.